ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒരു പയ്യൻ. സിനിമയോട് ചെറുപ്പം മുതലേ വളരെ താല്പര്യമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സിനിമയിലോട്ടൊന്നും കയറാൻ പറ്റിയ അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ചേർന്നു. വിജയവാഡയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം സിവിൽ എഞ്ചിനീയറായിട്ട് എന്താ സൈറ്റ് എഞ്ചിനീയറായിട്ടൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒരു വീഡിയോ കാസറ്റ് ലൈബ്രറി തുടങ്ങുന്നു. അത് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി മാറുന്നു. പിന്നീട് അത് സിനിമയിലോട്ടുള്ള എൻട്രി ആവുന്നു. അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അതാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇന്ന് ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ പല ഹിറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെ പാൻ ഇന്ത്യൻ ഹിറ്റുകൾ കൊടുക്കുന്ന പല സംവിധായകരുടെയും ഒരു റോൾ മോഡലായി അല്ലെങ്കിൽ അവരൊരു ഗുരുസ്ഥാനീയനായി കാണുന്ന അല്ലെങ്കിൽ അവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത സിനിമകൾ ചെയ്ത ഒരു സംവിധായകൻ RGV എന്നറിയപ്പെടുന്ന രാം ഗോപാൽ വർമ്മ. ഈ അടുത്ത് രാജമൗലിയും അതുപോലെ തന്നെ വേറെ 1-2 തെലുങ്ക് സംവിധായകരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ രാം ഗോപാൽ വർമ്മയുടെ സിനിമകൾ കണ്ടു വളർന്നു. രാം ഗോപാൽ വർമ്മയുടെ സിനിമകളുടെ ഒരു പാറ്റേൺ ഞങ്ങളൊക്കെ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് സംവിധായകർ രാജമൗലി ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അച്ഛൻ അന്ന് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ രാം ഗോപാൽ വർമ്മയുടെ അച്ഛൻ അന്ന് അന്നപൂർണ്ണ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്റ്റുഡിയോസ് അതിലൊരു അവിടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സിനിമ ഇഷ്ടമാണ്, ചെറുപ്പം മുതൽ സിനിമകൾ കാണുന്നതാണ്. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന സിനിമയിലോട്ട് കയറാനുള്ള ഒരു വഴിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ സൈറ്റ് എഞ്ചിനീയറിലെ ജോലിയൊക്കെ മടുത്ത് അത് ഉപേക്ഷിച്ചിട്ടാണ് ഒരു വീഡിയോ കാസറ്റ് ലൈബ്രറി തുടങ്ങുന്നത്. അപ്പോൾ കുറേ സിനിമകൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് സിനിമകൾ കണ്ട് അക്കിനേനി നാഗേശ്വർ റാവു എന്ന് പറയുന്ന ഈ പറയുന്ന അന്നപൂർണ്ണ സ്റ്റുഡിയോസിൻ്റെ ഓണറും വലിയൊരു സൂപ്പർ സ്റ്റാറായിരുന്ന അദ്ദേഹത്തിൻ്റെ മകനെ പരിചയപ്പെടുന്നു. അക്കിനേനി വെങ്കടിനെ പരിചയപ്പെടുന്നു. അദ്ദേഹവുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കഥകളൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഇവരുടെ തന്നെ അന്നപൂർണ്ണ സ്റ്റുഡിയോസിൻ്റെയൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സിനിമകളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ അതിലൊക്കെ അസിസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറേ ഭാഗ്യങ്ങളൊക്കെ ചെറിയൊരു ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അക്കിനേനി വെങ്കട് പറയുന്നത് നാഗാർജുനയാണ്. അതെൻ്റെ അനിയൻ നാഗാർജുന അന്ന് വലിയൊരു സ്റ്റാറായിട്ട് വളർന്നു വരികയാണ്. അന്നത് സൂപ്പർ സ്റ്റാർ വലിയൊരു ഹീറോ തന്നെയാണ്. വളരെ ചെറുപ്പക്കാരനായ ഒരു ഹീറോ ആണ്. അന്ന് ചിരഞ്ജീവി, അത് കഴിഞ്ഞാൽ ബാലകൃഷ്ണ, പിന്നെ നാഗാർജുന, ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവരൊക്കെ അന്ന് നാഗാർജുനയൊക്കെ കൂടുതലും ഇതുപോലെ തന്നെ റൊമാൻസും ഫാമിലി സിനിമകളും, ചിരഞ്ജീവി കുറച്ചുകൂടി ഒരു മാസ് സിനിമകൾ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു സിനിമ പ്ലാൻ ചെയ്യൂ, എൻ്റെ അനിയൻ നാഗാർജുനെ വെച്ചൊരു കഥ ആലോചിക്കും, നമുക്ക് ചെയ്യാം, ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തെ മനസ്സിലൊരു കഥയുണ്ടായിരുന്നു. ആ ഒരു കഥ അന്ന് രാഘവേന്ദ്ര റാവു എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറുണ്ട്, അദ്ദേഹത്തോട് ആ കഥ പറഞ്ഞിരുന്നു, RGV കഥ പറഞ്ഞിരുന്നു. പക്ഷേ രാഘവേന്ദ്ര റാവുവിന് ആ കഥ അദ്ദേഹത്തിന്റെ ഒരു പാറ്റേണിലോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളുടെ ഒരു പാറ്റേൺ അല്ലാത്തതുകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട്. പക്ഷെ നാഗാർജുനയ്ക്ക് വെച്ചൊരു സിനിമ ആലോചിക്കാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആദ്യം ഒരു ഹൊറർ സബ്ജക്റ്റ് ആണ് പറഞ്ഞത്. ഒരു ഹൊറർ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഹൊറർ വേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രാഘവേന്ദ്ര റാവുവിനെ വെച്ച് ആലോചിച്ചിരുന്ന ആ ഒരു കഥ പറയുന്നു. ഈ പറയുന്ന അക്കിനേനി അവരുടെ അന്നപൂർണ്ണ സ്റ്റുഡിയോസിനോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു, നാഗാർജുനയ്ക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ക്യാമ്പസ് ലൈഫിലെ കുറേ കാര്യങ്ങളും അദ്ദേഹം റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ മൂഡുള്ള ഒരു കഥയായിരുന്നു അത്. അങ്ങനെ ആ ഒരു സിനിമ ഓണാവുന്നു. ആ ഒരു സിനിമയാണ് ശിവ അല്ലെങ്കിൽ ശിവ എന്നുള്ളതാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഹിന്ദിയിൽ പിന്നെ ശിവ് എന്നുള്ള പേരിലാണെന്ന് തോന്നുന്നു. എന്തായാലും ശിവ് എന്നുള്ള പേരിൽ തമിഴിലും തെലുങ്ക് സിനിമയാണ്, തമിഴിലേക്ക് ഡബ് ചെയ്തിരുന്നു. പിന്നീട് അത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിരുന്നു. 89 റിലീസ് ചെയ്ത സിനിമയാണ്. ഇന്നും ആ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ ഒരു ഫ്രഷ് ഫീല്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന പല സിനിമകളും ഈ ഒരു സിനിമയിൽ നിന്നാണ് ഒരു തുടക്കം വന്നിട്ടുള്ളത്. ശരിക്കും ഒരു തെന്നിന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു പാത വെട്ടിത്തെളിക്കുക എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു പാത വെട്ടിത്തെളിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ശിവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലോട്ട് കടന്നു. അന്ന് അദ്ദേഹം ഒരു ഹൊറർ സബ്ജക്റ്റ് പറഞ്ഞിരുന്നല്ലോ, ആ ഹൊറർ സബ്ജക്റ്റ് അദ്ദേഹത്തിന് അന്ന് ചെയ്യാൻ പറ്റിയില്ല, അത് മാറ്റി വെച്ചിരുന്നു. ആ സിനിമ പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം സംവിധായകനായ ശേഷം രേവതീനെ വെച്ചിട്ട് ഇദ്ദേഹം ചെയ്തു. ആ ഒരു സിനിമയായിരുന്നു രാത്രി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയും തരക്കേടില്ലാതെ സാമ്പത്തികമായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എന്തായാലും ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു തിരക്കഥയൊക്കെ രൂപപ്പെടുത്തിയത്. അതുപോലെ ആ സമയത്ത് സണ്ണി ഡിയോൾ എന്നൊരു ഹീറോ ആയിട്ട് തിളങ്ങി നിൽക്കുകയാണ് ഹിന്ദിയിൽ. സണ്ണി ഡിയോളുടെ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഉണ്ട്. ആ മൂവിയും ഇദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ശിവയും അർജുൻ എന്ന് പറയുന്ന ഒരു സിനിമയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തത്, ഒരിക്കലും ഒരു കോപ്പിയടിയല്ല, ഒരു ഇൻസ്പിറേഷൻ RGVക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആ സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും.
പിന്നെ ഇത് രാധ എന്ന് പറഞ്ഞിട്ട് ഒരു റിയൽ ഗുണ്ടയുണ്ടായിരുന്നു. ഇദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹം കണ്ടിട്ടുള്ള. അപ്പോൾ ആ രാധയുടെ ഒരു ക്യാരക്ടർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഭവാനി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് രഘുവരനാണ് ചെയ്തത്. രഘുവരൻ അസാധ്യമായിട്ട് ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ നായിക അമലയാണ് അതിലെ നായിക കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒരു ചെറിയൊരു കുട്ടി, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കഥാപാത്രമാണ് നാഗാർജുന ചെയ്യുന്നത്. അവിടെ കോളേജിൽ ചേരുന്നു, ഒരു ആർട്സ് കോളേജിൽ ചേർന്നു. അവിടെ ഒരു പ്രണയിനി, ഒരു കാമുകി ഉണ്ടാവുന്നു. അതാണ് അമല ചെയ്ത കഥാപാത്രം. അമല ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ അനീതിയാണ്. കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നു. ആ കോളേജിൽ തന്നെ JD എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണ്ടയുണ്ട്. ആ JD ചക്രവർത്തി, അദ്ദേഹം പിന്നീട് JD ചക്രവർത്തി എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു സിനിമയാണ് ചക്രവർത്തിയുടെ. അദ്ദേഹം അവിടെ ഒരു വലിയൊരു ഗുണ്ടയാണ്, ആ കോളേജിലൊരു ഗുണ്ടയാണ്. ആ JD എന്ന് പറയുന്നത് ഭവാനി എന്ന് പറയുന്ന ആ നാട് ഉറപ്പിക്കുന്ന വലിയൊരു ഗുണ്ടയുടെ അയാളുടെ ഒരാളാണ്. അയാൾക്ക് വേണ്ടി കോളേജിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന JD എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ സംഭാഷണം തനിക്കല്ല ഭരണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ്, അദ്ദേഹം ആക്ടറും കൂടിയാണ്. അദ്ദേഹത്തിനാണ് കൂടെ കൂട്ടിയത് ഇതിന്റെ സംഭാഷണം എഴുതാനായിട്ട്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ആ സംഭാഷണങ്ങൾ എഴുതി. ആദ്യം ഈ തനിക്കല്ല ഭരണി കുറെ ഹ്യൂമർ രീതിയിലാണ് എഴുതാൻ നോക്കിയത്. രാംഗോപാൽ വർമ്മ അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പാറ്റേണിലോട്ടുള്ള രീതിയിൽ കൂടെ ഇരുന്ന് ഒരു ആക്ഷൻ മോഡിലുള്ള രീതിയിലോട്ടൊക്കെ അത് മാറ്റിയത്. അദ്ദേഹം അതിലൊരു നാനാജി എന്ന് പറഞ്ഞിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രവും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം RGVക്ക് റെമ്യൂണറേഷനായിട്ട് കൊടുത്തത് 50,000 രൂപയായിരുന്നു. പിന്നീട് ആ ഒരു സിനിമ ഹിറ്റായ ശേഷം അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം കൂടി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് തെളിവോ കണക്കോ നമ്മുടെ കയ്യിലെങ്കിലും അത് കൊടുത്തിട്ടുണ്ടോ, കാരണം അതുപോലെ ലാഭമാണ് ആ ഒരു സിനിമയ്ക്ക് രാംഗോപാൽ വർമ്മ ലാഭം ഉണ്ടാക്കി കൊടുത്തുള്ള പ്രൊഡ്യൂസേഴ്സിന്. പിന്നെ ഇതിൻ്റെ സംഗീത സംവിധായകനായിട്ട് ആദ്യം കീരവാണിനെയാണ് അദ്ദേഹം ആദ്യം ആലോചിച്ചത്. കീരവാണിനെ അപ്രോച്ച് ചെയ്തപ്പോൾ കീരവാണി പറഞ്ഞു കുറച്ചും കൂടിയും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനെ അപ്രോച്ച് ചെയ്യൂ എന്ന് RGVയോട് പറഞ്ഞു. അങ്ങനെ RGVയുടെ ആദ്യത്തെ പടമാണ്. അപ്പോൾ അന്ന് വളരെ സീനിയർ ആയിട്ടുള്ള, അപ്പോൾ അന്ന് ടോപ്പായി നിൽക്കുന്നത് ഇളയരാജ തന്നെയാണ്. അപ്പോൾ ഇളയരാജനെ അപ്രോച്ച് ചെയ്തു. ഇളയരാജ ഒരു അതിമനോഹരമായിട്ടുള്ള 5 പാട്ടുകൾ ചെയ്തു. പാട്ടെല്ലാം ഭയങ്കര ഹിറ്റുകളായിരുന്നു. ഇന്നും രസമുള്ള പാട്ടുകളാണ്, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള പാട്ടുകളാണ് സിനിമയിൽ. പക്ഷെ ഇതിന് ശേഷം RGV ആയിട്ട് ഒരു സിനിമ സംഭവിച്ചിട്ടില്ല. അത് ഇളയരാജയും RGV പിന്നീട് ഒന്നിച്ചിട്ടില്ല. RGV പിന്നെ വേറെയും ഒരുപാട് പേരെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം രംഗീലൊക്കെ റഹ്മാനൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇളയരാജനെ വെച്ചിട്ട് പിന്നീട് സിനിമ സംഭവിച്ചിട്ടില്ല. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് പ്രഗത്ഭരായി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റി. ആർട്ട്, തോട്ടധരണി, അതുപോലെ തന്നെ സുന്ദരം മാസ്റ്റർ, ഇതിൻ്റെ ഡാൻസ്. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് S ഗോപാല റെഡ്ഡി എന്ന് പറയുന്നത് വളരെ സീനിയർ ക്യാമറാമാനാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഒരു സീനിയർ ക്യാമറമാൻ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് കുറെ പരീക്ഷണങ്ങൾ ആ സിനിമയിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. നമുക്കറിയാം ആ ഒരു സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. അന്ന് തെലുങ്ക് സിനിമകൾ കാണുന്ന ഒരു പാറ്റേണിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറെ റിയലിസ്റ്റിക് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കുറെ സ്റ്റഡി ക്യാം യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അന്ന് സ്റ്റഡി ക്യാം ഒക്കെ വരുത്തിച്ചു. സ്റ്റഡി ക്യാം ഒന്നും അധികം യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ അന്ന് സ്റ്റഡി ക്യാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. പിന്നീട് പ്രശസ്ത ഡയറക്ടറും ക്യാമറാമാനും നടനും ഒക്കെയാണ്, ഇപ്പോൾ നടനൊക്കെയായി മാറിയ രാജീവ് മേനോനാണ്. ഈ നമുക്കറിയാം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയൊരു ആഡ് ഫിലിം മേക്കറും കൂടിയാണ്. അദ്ദേഹം വന്ന് സ്റ്റഡി ക്യാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും 75 ലക്ഷം ബഡ്ജറ്റിലാണ് ആ ഒരു സിനിമ. വളരെ ബഡ്ജറ്റ് കുറവാണ് ശരിക്കും ഒരു തെലുങ്ക് സിനിമയെ സംബന്ധിച്ചിട്ട്. 75 ലക്ഷം ബഡ്ജറ്റിലാണ് സിനിമ തീർത്തത്. പക്ഷെ അത് ആന്ധ്രാപ്രദേശിലെ ഒരു നിസാം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് മാത്രം 1 കോടി രൂപ ആ ഒരു സിനിമ ഷെയർ വന്നു എന്നുള്ള ഷെയറാണ് ഗ്രോസ് എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തമിഴിൽ ഡബ് ചെയ്തു. തമിഴിൽ ഡബ് ചെയ്തപ്പോഴും കോടികളാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ നാഗാർജുനയും അമലയും രഘുവരനെയും അതുപോലെ തന്നെ JD ചക്രവർത്തി, ഇവരെ ഒഴിച്ച് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഹിന്ദിയിലുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഹിന്ദിയിലും ആ ഒരു സിനിമ അത്യാവശ്യം നല്ല വിജയമായിരുന്നു. ഹിന്ദിയിൽ പോയപ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടി, പക്ഷെ അത് അത്യാവശ്യം നന്നായിട്ട് ആ ഒരു സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നാഗാർജുനയുടെ കരിയറിൽ വലിയൊരു ബൂസ്റ്റ് ആയിരുന്നു. ഇതിന് ശേഷമാണ് ശരിക്കും ഒരു നാഗാർജുനയ്ക്ക് വേറൊരു ലെവലിലോട്ട് കയറാൻ. ഇന്നും നാഗാർജുന സിനിമകൾ ഒരു കരിയറിൽ ബെസ്റ്റ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സിനിമ ഈ പറയുന്ന ശിവ എന്നുള്ള സിനിമ തന്നെയായിരിക്കും. അമലയുടെയും കരിയർ ബെസ്റ്റ് സിനിമ തന്നെയാണ്. അങ്ങനെ അമല പറഞ്ഞ അമലയ്ക്ക് ആദ്യമായിട്ട് ഒരു ഫുൾ സ്ക്രിപ്റ്റോ അതുപോലെ ഷോട്ട് ബൈ ഷോട്ട് ഒരു സംവിധായകൻ പറഞ്ഞു കൊടുക്കണതൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നാഗാർജുനയും അമലയും അവർ തമ്മിലുള്ള ഒരു സൗഹൃദം പ്രണയത്തിലോട്ടൊക്കെ കിടക്കുന്നതൊക്കെ ഈ ഒരു സിനിമയോട് കൂടിയാണ്. ഇതിൻ്റെ ഹിന്ദി വേർഷൻ അതാണ് അവസാനമായിട്ട് അമല അഭിനയിച്ചൊരു ഹിന്ദി സിനിമ. പിന്നെ ഈ സിനിമ കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ വിവാഹം കഴിച്ചു. പിന്നീട് അമല അഭിനയിച്ചിട്ടില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഇതിൽ അമലയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത്
അന്നത്തെ പ്രശസ്ത നടി പിന്നീട് നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയായി മാറിയ രോഹിണിയാണ്. രോഹിണി ഇതിൽ ഒരുപാട് രോഹിണിനെ ശരിക്കും കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ്. രോഹിണിക്ക് ആദ്യം ഡബ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. RGV രോഹിണിനെ വളരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഒരു സിനിമയിലെ നായിക കഥാപാത്രത്തിന് വേണ്ടി ഡബ് ചെയ്തത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാജമൗലി ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പിന്നീട് രാജമൗലി NTRനൊക്കെ വെച്ചിട്ട് ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്യാമ്പ് സിനിമ. അപ്പോൾ അതിലൊക്കെ ചില ഫൈറ്റ് സീനൊക്കെ ഇൻസ്പയർ ചെയ്തത് ശിവയെന്നാണ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ ഒരു സൈക്കിൾ ഒരു ചെയിൻ ഊരിയിട്ടുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് പേരെ ഹരം കൊള്ളിപ്പിച്ചിട്ടുള്ള, അന്നത്തെ ചെറുപ്പക്കാരെയൊക്കെ വളരെയധികം ഹരം കൊള്ളിപ്പിച്ചിട്ടുള്ളതാണെന്നുള്ളതൊക്കെ പിന്നീട് പലവരും പറയാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഡോക്യുമെന്ററി 25ാം ആനിവേഴ്സറി, ഈ സിനിമ ഇറങ്ങി 25 വർഷം കഴിഞ്ഞിട്ട് എക്സ്പ്ലോറിംഗ് ശിവ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി RGV ചെയ്തിരുന്നു. അതിൽ ഇവരെല്ലാവരും പഴയ ഓർമ്മകളൊക്കെ ഇവരുടെ പങ്കുവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നാഗാർജുനയ്ക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. നാഗാർജുന അന്ന് RGVയോട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് സെക്കൻഡ് പാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് അതിൽ ആ കഥാപാത്രങ്ങൾ അതിലൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, നായകനും നായികയും വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചിട്ടുള്ള അവരുടെ 25-30 വർഷം കഴിഞ്ഞിട്ട് നാഗാർജുനയുടെ റിയൽ ലൈഫിലെ മക്കളായ നാഗചൈതന്യയും അതുപോലെ തന്നെ അക്കിനേനി, അവർ രണ്ടുപേരെയും കൂടി ഉൾപ്പെടുത്തി ഇവരുടെ ഒരു മക്കളുടെയും കൂടി അങ്ങനെയുള്ള 2 തലമുറയുടെ ഒരു കഥയായിട്ടൊക്കെ RGVയോട് ഒന്ന് ആലോചിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് സംഭവിച്ചില്ല. RGV പിന്നെ 2005 ആ സിനിമ ഹിന്ദിയിൽ ഒന്നും കൂടി റീമേക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് അവിടെ ഒരിക്കലും സക്സസ് ആയിട്ടില്ല. എന്തായാലും ഇന്ത്യൻ സിനിമാ ലോകത്ത് ഒരു പുതിയൊരു പാത, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു തരത്തിലുള്ള സിനിമകളിൽ ചെയ്യാൻ സംവിധായകർക്ക് ധൈര്യം കൊടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു ശിവ എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം തെലുങ്കിൽ കുറേ സിനിമകൾ, വെങ്കടേഷിനൊക്കെ വെച്ചിട്ടൊക്കെ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, നാഗാർജുനെ വെച്ചിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് അധികം ഹിന്ദിയിൽ പോയി. പിന്നെ രംഗീല എന്നുള്ള സിനിമ, കമ്പനി എന്ന് പറയുന്ന സിനിമ, ഒരു കാലത്ത് രാം ഗോപാൽ വർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടോപ്പ് ഡയറക്ടർ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പല മോശം സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തോ പല സിനിമകൾ പരാജയപ്പെട്ടു തുടങ്ങി. ഇന്ന് അദ്ദേഹത്തിന് ഒരു താരമൂല്യമൊന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ശക്തമായിട്ട് നല്ല ഒരു സിനിമ ചെയ്താൽ ഇനിയും അദ്ദേഹത്തിന് ശക്തമായിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശിവ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ എന്തായാലും കണ്ട് പഠിക്കേണ്ട ഒരു സിനിമയാണ്. കണ്ടിട്ടുള്ളവർ, അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ മെമ്മറിയൊക്കെ. ഞാൻ ഈ അടുത്ത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു സമയത്താണ് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ പോയപ്പോൾ അടുത്ത ഒരാഴ്ചത്തേക്ക്, അതായത് ഒരു തിങ്കളാഴ്ചയൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു വെള്ളി വരെയുള്ള ഷോസ് ഒക്കെ ബുക്ക്ഡാണ്. അങ്ങനെ ബുക്കിംഗ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ, വളരെ വലിയ ഹൈപ്പൊന്നും ഇല്ലാതാണ് സിനിമ വന്നിട്ടുള്ളത്. പക്ഷെ ഒരു ദിവസം ഒരു ഷോ കഴിഞ്ഞപ്പോൾ തന്നെ അഭിപ്രായം കിട്ടി, ഭയങ്കരമായിട്ട് കത്തിക്കേറിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരുപാട് തവണ പോയും ക്യൂ നിന്നിട്ടൊക്കെയാണ് ആ ഒരു സിനിമ കാണാൻ പറ്റിയിട്ടുള്ളതെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.